ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ലെവൽസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ നിഫ്റ്റിയിൽ 24,736 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. അപ്പോൾ അതിൻ്റെ താഴെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് അപ്പ് സൈഡിലേക്ക് ട്രേഡ് നോക്കാം. നിഫ്റ്റിയിലാണെങ്കിൽ അപ്പ് സൈഡിലാണെങ്കിൽ 24,967 ടാപ്പ് ചെയ്യുമ്പോഴാണ് താഴേക്ക് നോക്കാം. അപ്പോൾ ഓൾറെഡി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടാണ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രേഡ് അപ്പ് സൈഡിലേക്കായിരിക്കും ഫസ്റ്റ് ട്രേഡ്. ഈവൻ ബാങ്ക് നിഫ്റ്റിയിലായാലും 54,785 എന്നുള്ള ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അപ്പ് സൈഡിലേക്കായിരിക്കും നോക്കാം. അപ്പ് സൈഡിലാണെങ്കിൽ 55,336 അത് ടാപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് താഴേക്ക് നോക്കുള്ളൂ. ഏതായാലും എൻട്രി ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ ഓൾറെഡി ഇന്ന് ക്രിയേറ്റ് ചെയ്തൊരു ലിക്വിഡിറ്റി അപ്പ് സൈഡ് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ താഴേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ നിഫ്റ്റിയിൽ നമ്മളെ പ്രീവിയസ് ഡേയിലുള്ള ലിക്വിഡിറ്റി ഞാൻ പറഞ്ഞു ഓൾറെഡി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് നിഫ്റ്റിയിൽ അപ്പ് സൈഡിലേക്കുമാണുള്ളത്. ഏതാണ് വരിക അറിയില്ല. ഏതായാലും ചാൻസ് വരുമ്പോൾ നമുക്ക് നോക്കാം. മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. നമുക്ക് എന്താ പറയുക 1:5 ഒക്കെ വെച്ചാൽ മതി. 1:5 റേഞ്ചിലുള്ള ടാർഗറ്റ് വെക്കാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് താഴേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിൽ ഡൗൺ സൈഡിലേക്കാണ് ഉള്ളത്. ചാൻസ് വരുമ്പോൾ ഈ ഒരു ലോ എടുക്കുന്ന സമയത്ത് മിക്കവാറും ആ ഒരു സിങ് ഹൈ തന്നെ 1:5 മീൻസ് ടാർഗറ്റ് വെക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പോൾ ഒരു പുതിയൊരു 5 മിനിറ്റ് സ്റ്റഡീസ് ക്രിയേറ്റ് ആവും. എൻട്രി തരണം. എൻട്രി തരാതെ നേരെ മുകളിലേക്ക് പോയാൽ നമുക്ക് എൻട്രി ഉണ്ട്. ഇനി അതല്ല ഓക്കെ എൻട്രിയിലേക്ക് വരുന്നുണ്ട്, താഴേക്ക് വരുന്നുണ്ട്. ഓക്കെ നമുക്ക് എന്താ ഈ ആ ഒരു ലോ എടുക്കുന്ന സമയത്ത് ഇങ്ങോട്ട് തന്നെ ഈ ഒരു ടാർഗറ്റിലേക്ക് തന്നെ 55 പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ നമുക്ക് ഏതായാലും വാച്ച് ലിസ്റ്റിലേക്ക് നിഫ്റ്റിയുടെ 24,550 കോൾ ഓപ്ഷൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടാം. ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് 77 അതിൻ്റെ പ്രീമിയം. താഴേക്ക് വരുന്നുണ്ട്. വരട്ടെ 62 നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. 66 ആയിട്ടുണ്ട്. ഓക്കെ നമുക്ക് ജസ്റ്റ് ബുക്കിംഗ് എൻട്രി കൊടുക്കാൻ റെഡി ആയി നിൽക്കാം. സ്റ്റോപ്പ് ലോസ് 6 പോയിന്റ്സ്. ബാങ്ക് നിഫ്റ്റി താഴേക്കാണ്. ഒരു ക്യാൻഡിൽ ടാപ്പ് എൻട്രിയൊക്കെ വന്നിട്ട് താഴേക്ക്. ഓക്കെ നിഫ്റ്റിയിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ എൻട്രി വന്നിട്ടുണ്ട്. നമുക്ക് എൻട്രി എടുക്കാം. ഒരു കോൾ ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാം. നമ്മുടെ ബൈ ഓർഡർ കിട്ടിയത് 56.24 അല്ലേ. ഓക്കെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ആയും ചെയ്ത്. ഇന്ന് എക്സ്പയറി ഡേ ആണ് അറിയാലോ. എക്സ്പയറി ഡേയിൽ മാർക്കറ്റ് കുറേ എക്സ്പയറി ഡേയിൽ സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ്. ഞാൻ അതുപോലെ കളിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നുള്ള സിങ് ഹൈയിലേക്ക് തന്നെ ഇറങ്ങുന്നത്. കാരണം ഞാൻ ടാർഗറ്റ് വെച്ചത് വലിയ ടാർഗറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രോഫിറ്റ് പോയ പോലെ തന്നെ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യുമ്പോൾ ലോസിലേക്ക് വരും. താഴേക്ക് തന്നെ വരുന്നത്. പക്ഷെ എപ്പോഴും പ്രോഫിറ്റിലാണ് പ്രീമിയം. നമുക്ക് ഏതായാലും നമ്മുടെ നിഫ്റ്റിയുടെ 24,550 കോൾ ഓപ്ഷൻ്റെ പ്രീമിയം റൈറ്റ് സൈഡിൽ ആഡ് ചെയ്തില്ല. അതിൻ്റെ പ്രീമിയം വാല്യൂ ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ 57, 56 റേഞ്ചിലാണ് ഉള്ളത്. നമ്മളെടുത്തതിനേക്കാളും മുകളിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നമുക്ക് എൻട്രി കുറച്ച് താഴെ തന്നെ കിട്ടി. അതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനൽസ് കാണുന്നുണ്ട്. അപ്പോൾ പല ആളുകളും തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്ന ആളുകളൊക്കെ യൂട്യൂബ് വളരെ നല്ല കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമുക്ക് അത്തരത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് വരികയാണ്. നമുക്ക് ഇതേപോലെ ആളുകൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് കാണിക്കാനൊക്കെ നല്ലത് തന്നെ. പക്ഷേ പലതും ഞാൻ ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ പലരും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം എത്ര ഉണ്ടാക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും മാക്സിമം പറയാതിരിക്കാൻ ശ്രമിക്കുക എല്ലാവരും. അത് കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ട്രേഡിങ്ങിൽ അങ്ങനെ ഒരു എന്താ പറയുക ഒരു സാധനത്തിനെയും പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന സാധനം ട്രേഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ തന്നെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ആളുകളാവുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വരിക. ഞാൻ പ്രഡിക്റ്റ് ചെയ്ത സാധനം എപ്പോഴും ടാർഗറ്റേ വരികയുള്ളൂ. ഞാൻ പറഞ്ഞത് കണ്ടില്ലേ, കഴിഞ്ഞ എത്ര ദിവസം ടാർഗറ്റാണ്, അത്ര ദിവസം ടാർഗറ്റാണ്, ഡെയിലി ടാർഗറ്റ് എടുക്കാം, അങ്ങനെയൊക്കെ പറയുമ്പോൾ മാർക്കറ്റിൽ അങ്ങനെ ഒരു സാധനം നമുക്ക് ഉണ്ടാവില്ല. അതായത് ഞാൻ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു പ്ലാൻ ചെയ്യുന്ന ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇങ്ങോട്ട് പോകും എന്നുള്ള രീതിയിൽ ട്രേഡ് എടുക്കുക എന്നല്ലാതെ ഇതിന് എന്താ പറയുക 50-50 ചാൻസ് ഉള്ളൂ. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന പോലത്തെ ഒരു ചാൻസ് ഉള്ളൂ. ഇതിൽ എത്ര നമ്മൾ വർഷം പഠിച്ചു കഴിഞ്ഞാലും അതിന് ആ ഒരു ചാൻസ് ഉള്ളൂ. കാരണം സ്ട്രാറ്റജി നമ്മൾ പഠിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്രത്തോളം മൂവ് ചെയ്തിട്ടുണ്ടല്ലോ ഈ സ്ട്രാറ്റജി. പക്ഷേ മാർക്കറ്റിൽ ചെറിയ ചേഞ്ചസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്തൊക്കെ ഡെവലപ്മെൻറ്റ് എന്തൊക്കെ മാർക്കറ്റിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാലും മാർക്കറ്റ് ഏതൊരു ഇതിലും
മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിന് അതിൻ്റേതായ ഒരു റീസണിലേ അത് മൂവ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ ഇനി അത് ഞാൻ അങ്ങനെ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്തല്ല അത് ക്രോസ് ചെയ്ത് 100% ഷുവർ അങ്ങനെ ഒരു സാധനം ആർക്കും പ്രോമിസ് ചെയ്യുക ഗ്യാരണ്ടി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പലരും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ. അത് നല്ലതല്ല. ആളുകളെ ഭയങ്കര ഒരു ബാഡ് എഫക്റ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ആവുകയുള്ളൂ ട്രേഡിങ്ങിലേക്ക് വരുന്ന ആളുകൾക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതിന് വേണ്ടി പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഒരുപാട് ആളുകൾ ഈ എന്താ പറയുക സൈക്കോളജിയുടെ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ട്രേഡ് കഴിയുമ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, കറക്റ്റ് ഡിസിപ്ലിനോട് കൂടി നമ്പർ ഓഫ് ട്രേഡ്സ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അറിയിക്കുന്നുണ്ട്. ഞാൻ മിക്കവാറും ഈ ഒരു വീക്കെൻഡിൽ ഏതെങ്കിലും ഒരു ദിവസം ചെയ്തിട്ട് ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാം. ഓക്കെ, ഓൾമോസ്റ്റ് നമുക്ക് ഒരു 4500 ഒക്കെ റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ഇവിടുന്ന് SL അടിക്കുകയോ ഇവിടുന്ന് ടാർഗറ്റിലേക്ക് പോകുമോ ഒന്നും നമ്മുടെ കയ്യിലല്ല. നമുക്ക് വെയിറ്റിംഗ് ചെയ്യാനേ മാത്രമേ പറ്റുള്ളൂ. പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് താഴെ വരുമ്പോൾ പ്രീമിയം ഡിക്ക് അടിച്ചിട്ട് പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ വേറെ സ്റ്റോക്കിൽ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഫോറക്സിൽ ഗോൾഡിൽ ചെയ്യുന്ന പോലെ ഒന്നല്ലല്ലോ. ഒരു ഏരിയ നിന്ന് എൻട്രി എടുത്താൽ പോലും നമ്മൾ വിചാരിച്ച് താഴേക്ക് പോകില്ലെങ്കിൽ പോലും പലപ്പോഴും SL അടിക്കാം. അതുപോലെ പ്രോഫിറ്റ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലും വരാം പല സമയത്തും. അങ്ങനെയും ഉണ്ടാവും. രണ്ട് രീതിയിലും സംഭവിക്കുന്നുള്ളൂ. ഏതായാലും നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:58 നമ്മുടെ ടാർഗറ്റ് അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് 2 പ്രാവശ്യം ഇപ്പോൾ 9000 വരെ പ്രോഫിറ്റ് കാണിച്ചതല്ലേ. പക്ഷെ വീണ്ടും താഴേക്ക് തന്നെ വന്നിട്ട് പ്രൈസ് കുറഞ്ഞ് ഞാൻ വിചാരിച്ചു വീണ്ടും എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചിരുന്നു. പക്ഷേ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് ടാർഗറ്റിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് ബുക്ക് ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ബുക്ക് ചെയ്യാനായിട്ടില്ല. ഒന്ന് കിടക്കട്ടെ, ക്രോസ് ചെയ്യട്ടെ. 24,616 16 മോഡ് 17 ആവട്ടെ, എന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. വെയിറ്റിംഗ് ആണ്. ഒന്നും 12,000 ആയില്ലേ. ഇപ്പോൾ ആ റേഞ്ചിൽ തന്നെയാണ്. 16 കണ്ട് കിടക്കില്ല. ഓക്കെ 16 ആയിട്ടുണ്ട്. ബുക്ക് ചെയ്യാം. 17,000 കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 16,800 ബുക്ക് ചെയ്യാൻ പറ്റി നമുക്ക്. അത്യാവശ്യം 1:5 എബോ ഉണ്ട് അല്ലേ. അതായത് 56 86 ആകുമ്പോൾ 1:5 ഉണ്ടാവും. 88 ഉണ്ട്. അപ്പോൾ 16,800 പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി നമ്മുടെ ഫസ്റ്റ് ട്രേഡിൽ. ഇതെന്താ വെച്ചാൽ ഇറങ്ങാൻ കാരണം ഇവിടെ ഡേ ഹൈയിൽ ഇറങ്ങാതൊക്കെ കാരണം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്കൊരു 5 മിനിറ്റ്സ് IDs പുതിയത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ക്യാൻഡിൽ ടാപ്പ് എൻട്രി എടുത്തിരുന്നെങ്കിൽ SL ആകുമായിരുന്നു. പക്ഷേ വേറെ എൻട്രീസ് ഒന്നും വന്നിട്ടില്ല. നിഫ്റ്റിയിലല്ലത്. നിഫ്റ്റി ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഡൗൺ സൈഡിൽ. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ മുകളിലേക്ക് നോക്കാം. അതായിരിക്കും നന്നാവുക. അല്ല, ഞാൻ പറഞ്ഞ പോലെ പ്രീമിയം പെട്ടെന്ന് ഇരിക്കുക. നേരത്തെ നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം നമ്മൾ എൻട്രി ഏരിയയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ലോസ് വന്ന് ഇങ്ങനെ തുടങ്ങിയിരുന്നു. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ചാൻസ് വരട്ടെ. സമയം 12:48 നമുക്ക് ഒരു കോൾ ഓപ്ഷൻ നോക്കാൻ എൻട്രി ഒരുപാട് നേരത്തെ വന്നതാണ്. എൻട്രി മീൻസ് ഒരുപാട് മുകളിൽ പോയിട്ടാണ് തിരിച്ചു വരുന്നത്. പ്രീമിയം ഒക്കെ വളരെ ഡൗൺ ആയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ എൻട്രി നോക്കാം. ബൈ ചെയ്യാം. ഇതിൻ്റെ താഴേക്ക് വന്നാൽ ബൈ ചെയ്യാം. എൻട്രി ഏരിയയിലേക്ക് വന്നാൽ ഓക്കെ 24,542 ആയിട്ടുണ്ട്. ഓക്കെ, വൈ കൊടുക്കാം. നമുക്ക് വൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് എൻട്രി കിട്ടിയത് 50.78 50.78 ഒരു കോൾ ഓപ്ഷൻ. എന്താ വെച്ചാൽ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ആയതുകൊണ്ട് തന്നെ ഓൾറെഡി അതിന് ശേഷം ടാപ്പ് ആയതിനു ശേഷം ഒരുപാട് അപ്സൈഡ് പോയിട്ട് അവിടുന്ന് ക്യാൻഡിൽ ടാപ്പ് എൻട്രി ഒക്കെ 30 പോയിന്റ് പോയതിന് ശേഷമാണ് തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നത്. അതുകൊണ്ടാണ് 24 കുഴപ്പമില്ല. ഏതായാലും നോക്കാം. നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. സെക്കൻഡ് എൻട്രി നമുക്ക് എത്രയും വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടി. ഒരു 10 മണിക്ക് നമ്മുടെ എൻട്രി കഴിഞ്ഞിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 1 മണി ആവാനായില്ലേ. 3 മണിക്കൂറിൻ്റെ ബ്രേക്കിന് ശേഷമാണ് നമ്മൾ വാച്ച് ചെയ്തിരുന്നു. മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ല, എക്സ്പയറി ഡേയിൽ പൊതുവേ കാണുന്ന മാതിരി വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഈ എന്താ പറയുക മാർക്കറ്റെല്ലാം ഫാൾ തന്നെയാണ്. 24,500 താഴെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ഒരു വലിയൊരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. 24,500 എന്നുള്ള പ്രൈസ് ലെവലും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്.
അറിയില്ല, നമ്മളത് ട്രേഡ് നമുക്ക് പ്രോപ്പർ എൻട്രി സെറ്റപ്പ് തന്നെയാണ് കിട്ടിയത്. ഒരുപാട് മൂവ് ചെയ്തതിനു ശേഷം തിരിച്ചു വന്നതെന്നുള്ളൂ, അതൊരു പ്രശ്നമുള്ളൂ. നമുക്ക് വാച്ച് ചെയ്യാം ഇങ്ങനത്തെ ഒരു മൂവ്മെൻ്റൊക്കെ. ഇത് എസ് എൽ അടിക്കുകയാണെങ്കിലൊക്കെ ഓക്കെ, എസ് എൽ അടിച്ചിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നോക്കാം. ഇനി നമ്മുടെ 2 ട്രേഡ് ഇന്നത്തെ കഴിഞ്ഞു. ഇനി വളരെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാം. നമുക്ക് എൻട്രി എടുത്ത 50-ന് 44 എസ് എൽ അടിച്ചു. ഫസ്റ്റ് ട്രേഡ് ടാർഗറ്റ്, സെക്കൻഡ് ട്രേഡിൽ എസ് എൽ ഒക്കെ കുഴപ്പമില്ല. എന്നാലും നമ്മൾ പ്രോഫിറ്റാണ്. 13,000 എബോവ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ 24,500 താഴെയുണ്ട്. ബാങ്ക് ഡേ ലോ ഒക്കെ എടുത്തിട്ടുണ്ട് വീണ്ടും. പക്ഷേ ബാങ്ക് ഒരു മൂവ്മെൻ്റ് ഒന്നും കാണിക്കില്ല. ബാങ്ക് ഇനിയിപ്പം 24,700 മുകളിൽ അപ്സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എങ്ങോട്ട് പോയാലും നമ്മൾ നമ്മുടെ എൻട്രി എപ്പോഴും എൻട്രി കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഒരു ബ്രേക്ക് എടുക്കുന്നതല്ല. നമ്മൾ പലരും ഇമോഷണൽ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുവിധം സോൾവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കുറച്ചൊന്ന് ബ്രേക്ക് എടുത്തിട്ട് അടുത്ത എൻട്രിയിലേക്ക് നോക്കുക ചാൻസ് വരുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ജമ്പായി പോകും. ഇനിവേ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 2:03 ആയിട്ടുണ്ട്. നമ്മൾ വേറെ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ല, കണ്ടില്ല നിങ്ങൾ പൊസിഷനിൽ കാണാം. നിങ്ങൾക്ക് 2 ട്രേഡ് തന്നെ ഉള്ളൂ. ഫസ്റ്റ് ട്രേഡ് ടാർഗറ്റ്, സെക്കൻഡ് ട്രേഡ് എസ് എൽ. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടില്ല. ഓപ്പർച്യൂണിറ്റി കാണാത്ത സമയത്ത് നമ്മൾ പേഷ്യൻസോട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്കിൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇനി ഒന്നുകിൽ നിഫ്റ്റി 24,631 ടാപ്പ് ചെയ്യണമായിരുന്നു, മുകളിലേക്ക് നോക്കണം. ഇനി അതല്ല, നിഫ്റ്റി 24,500 താഴെ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്താൽ മുകളിലേക്ക് നോക്കുക. ഈ അവസരങ്ങളുള്ളായിരുന്നു നല്ലതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ 54,715 ടാപ്പ് ചെയ്യണ താഴേക്ക് നോക്കാം. പക്ഷേ അതിൽ നമുക്ക് വലിയൊരു ടാർഗറ്റ് ഡിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് 54,890 ആണെങ്കിൽ നമുക്ക് താഴേക്ക് നോക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ അതൊന്നും ഇനി എത്തും തോന്നുന്നില്ല. 2 മണിയായില്ലേ. ഇനി അതായത് ഇനി ട്രേഡ് ഇല്ല, സ്റ്റോപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കൊരു എൻട്രി കിട്ടി, ടൈം ഉണ്ടാവില്ല. നമുക്ക് നാളത്തെ ദിവസം നോക്കാം. നല്ല ഓപ്പർച്യൂണിറ്റികൾ വരുന്ന സമയത്ത് ട്രേഡ് ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.